നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ പെരിയയിലാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ചർച്ച ചെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിയ ശ്രീ പുലിഭൂത ദേവസ്ഥാനത്താണ്. ഈ മലബാറിലെ ക്ഷേത്ര ആചാര്യന്മാരും ഒപ്പം കോലാധാരികൾക്കും 11 മാസമായി വേതനം മുടങ്ങിയിട്ട്. എന്നാലും അവരുടെ പ്രതിനിധികളും ഒപ്പം ആചാരസ്ഥന്മാരും അതുപോലെ തന്നെ കോലാധാരികളും നമ്മോടൊപ്പം ചേരുന്നു. എന്തായാലും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എന്താണ് നിലവിലൊരു സാഹചര്യം? ഈ സാഹചര്യം എന്ന് പറയുന്നത് 2006 ഈ മലബാറിലെ സ്ഥാനികന്മാർക്കും കൊലധാരികൾക്കുമുള്ളൊരു വേതനം അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കെ.സി. വേണുഗോപാൽ നൽകാൻ തീരുമാനിച്ചത്. പക്ഷേ ചെറിയ സംഖ്യയാണെങ്കിലും 575 രൂപയായിരുന്നു. അന്ന് കിട്ടാവുന്നവരുടെ എണ്ണം വളരെ കുറവായിരുന്നു. 1500-500ഓളം പേർക്ക് മാത്രമേ അന്ന് കിട്ടിയുള്ളൂ. പക്ഷേ മാറി മാറി വരുന്ന സർക്കാരുകൾ അത് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. കഴിഞ്ഞ പിണറായി സർക്കാരാണ് ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചു കൊടുത്തത്. ഏകദേശം 1400 രൂപ അവർക്ക് പ്രതിമാസമായി കൊടുക്കാൻ നിശ്ചയിച്ചെങ്കിലും പലപ്പോഴും 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോഴായിരുന്നു ഇവരുടെ ഈ കുടിശ്ശിക മുഴുവൻ നൽകിക്കൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ 2024 ബഡ്ജറ്റിൽ അത് 1600 രൂപയാക്കി മറ്റു ക്ഷേമ പെൻഷനുകളെ പോലെ തന്നെ ഈ പെൻഷനും ഈ വേതനവും ആക്കാമെന്ന് പറഞ്ഞു. ഇന്നത്തെ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ അത് നിയമസഭയിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. കോലധാരികൾക്കും സ്ഥാനികമാർക്കുമുള്ള വേതനം 1600 രൂപയായി വർദ്ധിപ്പിച്ചുവെന്ന്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ 7-8 മാസത്തെയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ 2-3 മാസത്തെയും കുടിശ്ശികയായി കിടക്കുകയാണ്. ഈ വിഷുവിന് പോലും അത് നൽകാൻ സർക്കാരിന് സാധിച്ചില്ല എന്നത് ഖേദകരമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ആചാരസ്ഥാനികന്മാരും കൊലധാരികൾക്കും എന്ന് പറയുന്നത് ഇവർക്ക് ഈ മറ്റു മഹാക്ഷേത്രങ്ങളിലെ പൂജാരിമാരുടെ പോലെ ശമ്പളമോ അതുപോലെ തന്നെ ഇവർക്ക് ദക്ഷിണയോ ഒന്നും കിട്ടാത്തൊരു വിഭാഗക്കാരാണ്. അല്ലാതെ സമുദായ ക്ഷേത്രങ്ങളും മറ്റു ചില ക്ഷേത്രങ്ങളിലും കാർമ്മികത്വം വഹിക്കുന്നവരാണ് ഇവർ. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ അവർ ദൈവപുരുഷന്മാരായിട്ടാണ് നമ്മളൊക്കെ കാണുന്നത്. കാരണം അവരുടെ പ്രതിരൂപമായാണ് ഇവർ ഈ നമ്മുടെ അരങ്ങുകളെത്തുകയും ഭക്തജനങ്ങൾക്ക് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ നൽകി ഉണ്ടാകുന്ന ഒരു സംഭവത്തിലാണ് ഈ വടക്കേ മലബാറിലെ ആചാരസ്ഥാനികന്മാർക്കുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഈ ആചാരസ്ഥാനികന്മാർ നമ്മുടെ നാട്ടിലെ സവിശേഷത എന്ന് പറയുന്നത് ഇതുപോലുള്ള ആരാധനകളാണ്. അവിടെ ഈ അതുപോലെ തന്നെ ബ്രാഹ്മണ കർമ്മങ്ങളില്ലാതെ അവരവരുടെ സ്വയം സമുദായത്തിൽപ്പെട്ട പൂജാരിമാരാണ് കർമ്മം. അതാണ് അവരെ ആചാരസ്ഥാനികന്മാർ എന്ന് പറയുന്നത്. ജീവിതകാലം മുഴുവൻ അവർ ഈ ആചാരം വഹിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഷർട്ടോ അതുപോലെ തന്നെ ബനിയനോ ഉപയോഗിക്കാൻ പാടില്ല. ഒരു മേൽമുണ്ട് മാത്രമായിരിക്കും. വീടുകളിൽ നിന്ന് മാത്രമേ ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ചുമടെടുക്കാൻ പാടില്ല, കൂലിവേലക്ക് പോകാൻ പാടില്ല. മറ്റു വരുമാന മാർഗങ്ങളൊന്നും ഇല്ലാത്ത ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ ആചാരസ്ഥാനികന്മാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോലധാരികൾ എന്ന് പറയുന്നതും അത് 20-21 വയസ്സാകുമ്പോഴേ അല്ലെങ്കിൽ 18 വയസ്സാകുമ്പോഴേ അവർ ഈ കോലം അണിയാൻ തുടങ്ങും. ഈ കാവുകളിലും മുണ്ടികളിലും ദേവസ്ഥാനങ്ങളിലൊക്കെ. അപ്പോൾ അവർക്ക് കിട്ടുന്ന പ്രതിഫലം പല കാലങ്ങളിൽ വളരെ കുറവാണ്. ഒരു ഇന്നത്തെ കാലത്താണെങ്കിൽ 12,000 രൂപ 10,000 രൂപ കിട്ടും. പക്ഷേ ഒരു 10-12 പേര് 2 ദിവസം മെനക്കാടാണ് ഒരു വിഷ്ണുമൂർത്തിയുടെ കോലം കെട്ടി നമ്മുടെ അവിടുത്തെ അമ്പലങ്ങളുടെ ക്ഷേത്രങ്ങളുടെ ഉത്സവം ഒഴിപ്പിക്കുവാൻ വേണ്ടി വരും. പക്ഷെ അവർക്ക് കിട്ടുന്നത് 10,000 രൂപയായിരിക്കും. ഈ 10,000 രൂപ 2 ദിവസത്തേക്ക് ഒരു നാട്ടിലെ ഒരു കൂലിവേലക്ക് പോയാൽ ഇപ്പോൾ 1000-1200 രൂപ ശമ്പളമുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം 500 രൂപ മാത്രം. അവർക്കും 60 വയസ്സ് തികഞ്ഞവർക്ക് നൽകുന്നുണ്ടെങ്കിലും സർക്കാർ അവർ ആചാരം വഹിച്ചതിന് ശേഷം അവർക്ക് കിട്ടുന്നില്ല എന്നൊരു വിഷമകരമായ കാര്യമാണ്. കാരണം ഈ പണിക്കർ സ്ഥാനം അതുപോലെ തന്നെ പെരുമലയൻ, പെരുവണ്ണാൻ ഇങ്ങനെയുള്ള ആചാര സ്ഥാനങ്ങൾ കിട്ടുമ്പോൾ തന്നെ അവരെയും അതിൽ പരിഗണിക്കപ്പെടേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. അവരൊക്കെ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് വടക്കേ മലബാറിലെ സമുദായ ക്ഷേത്രങ്ങളിലുള്ള ആചാരസ്ഥാനികന്മാർക്ക് മറ്റു വരുമാന മാർഗങ്ങളില്ലാത്തതുകൊണ്ടാണ് അന്നത്തെ സർക്കാർ ഇത് നൽകിയിരുന്നത്. പക്ഷേ ഈ സർക്കാർ വളരെയധികം കരുതലോടുകൂടി ഇത് കാണുകയും പക്ഷേ ഇത് പ്രതിമാസം കിട്ടാത്തതുകൊണ്ട് ഒന്നാമത് വയോവൃദ്ധന്മാരാണ് ഏകദേശം സ്ഥാനികന്മാർ. അവർക്ക് മരുന്ന് വാങ്ങിക്കാൻ പോലും കിട്ടുന്നില്ല. ക്ഷേമ പെൻഷൻ നൽകുന്ന മാതിരി തന്നെ അത് കൃത്യമായി വിതരണം ചെയ്താൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നതല്ല. പക്ഷേ ഇത് പലപ്പോഴും ഓൺ ഫണ്ട് എന്ന് മറ്റൊക്കെ എടുത്താണ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്നേ നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ, ഇപ്പോൾ 11 മാസത്തെ കുടിശ്ശിക പൂർണ്ണമായും കൊടുക്കുകയും മറ്റു ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നതോടൊപ്പം ഈ പെൻഷനും കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കണം. അതുപോലെ തന്നെ ചില സർവീസിൽ നിന്ന് റിട്ടയർഡ് ചെയ്തതിനു ശേഷം ഈ ആചാരസ്ഥാനം വഹിക്കുന്നവരുണ്ട്. അവർക്ക് ഈ പെൻഷൻ കിട്ടുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി ഉണ്ട്. അവരെയും കൂടിയും ഇതിൻ്റെ ഇടയിൽ പരിഗണിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇത് നിലവിൽ ഇപ്പോൾ എത്ര പേരാണ് ഇതിൻ്റെ ആനുകൂല്യം ഇപ്പോൾ ആകെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ 2000 പേർ മാത്രമേ ഉള്ളൂ. ഈ മരിച്ചതിന് ശേഷം പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നത്. ഇത് പാരമ്പര്യ വ്യവസ്ഥയിലുള്ള ഒരു ആചാര കർമ്മങ്ങളാണ് ഈ ആചാര സ്ഥാനികത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആചാര സ്ഥാനികൻ അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ അനന്തരവനായി അല്ലെങ്കിൽ മരുമക്ക സമുദായത്തിൽ വരുന്നതാണ്. അദ്ദേഹം ഈ കലശം കുളിച്ച് ആചാരം വഹിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അപേക്ഷകൾ സ്വീകരിക്കാത്ത 2016 ശേഷം അപേക്ഷകൾ സ്വീകരിച്ചായി കാണുന്നില്ല. അങ്ങനെയാണ് കളക്ടറേറ്റിന് മുമ്പിലും അതുപോലെ തന്നെ കഴിഞ്ഞ
ഒരു മാസം മുമ്പ് 2 മാസം മുമ്പേ നീലേശ്വരം മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിന് മുമ്പിലും ആചാരസ്ഥാനിമാർ ഒരു ദിവസത്തെ ഉപവാസം കിടക്കുകയുണ്ടായി. അതിനുശേഷമാണ് വകുപ്പ് മന്ത്രി ശ്രീ രാധാകൃഷ്ണൻ മിനിസ്റ്റർ ഇടപെട്ട് അപേക്ഷകൾ സ്വീകരിച്ചിട്ടുണ്ട്. 600 ജില്ലാനും പുതിയ അപേക്ഷകളുണ്ട്. ആകെ ഒരു 3000-നും 2500-ന്റെ ഇടയ്ക്ക് മാത്രമേ ആകെ ഈ വിഭാഗത്തിൽപ്പെട്ടവരുള്ളൂ കേരളത്തിലാകെ. അപ്പോൾ അത് പരിഗണിക്കണമെന്നാണ് നമുക്ക് സർക്കാരിന് അഭ്യർത്ഥിക്കാനുള്ളത്. എന്തായാലും കോലധാരികളും കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. നമുക്കുള്ളത് ഇപ്പം മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. നമുക്ക് ഈ തുക നൽകുന്നത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ നിന്നാണ് തരുന്നത്. സർക്കാർ കൊടുക്കുന്ന പൈസ മലബാർ ദേവസ്വം ബോർഡാണ് തരുന്നത്. ഇപ്പോൾ 2 ഡിവിഷനിലാണ് ആകെ ആചാരസ്ഥാനികരിൽ. ഒന്ന് കാസർഗോഡ് ഡിവിഷനിലും ഒന്ന് തലശ്ശേരി ഡിവിഷനിലും. ഇപ്പോൾ തലശ്ശേരി ഡിവിഷനിൽ ആചാരസ്ഥാനികരും കോലധാരികളും ഉൾപ്പെടെ 700 പേർക്കാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ കഴിഞ്ഞ മാർച്ച് മാസം വരെയുള്ള മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഉള്ളത് നീലേശ്വരത്താണ്. നീലേശ്വരത്തുള്ള 2 ആചാരസ്ഥാനികരും കോലധാരികളും കൂടി 1030 പേർക്കാണ് നൽകുന്നത്. അപ്പോൾ അവിടെ മെയ് മാസം വരെ, കഴിഞ്ഞ വർഷം മെയ് മാസം വരെയുള്ളത് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അത് തന്നെ 1400 1600 വർദ്ധിപ്പിച്ച തുക കിട്ടിയിട്ടും ഇല്ല. അപ്പോൾ ഇനിയുള്ളത് ഇപ്പോൾ 600ഓളം അപേക്ഷകൾ, പുതിയ അപേക്ഷകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള മറ്റൊരു വ്യവസ്ഥ എന്താ വെച്ചാൽ, സർക്കാർ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള തുക ഇതിൽ വിലയിരുത്തുന്നില്ല. അപ്പോൾ ആദ്യം കൊടുക്കുന്നത് 1 കോടി രൂപയാണ്. ഇപ്പോൾ ഈ 1730ഓളം ആളുകൾക്ക് കൊടുക്കാൻ ഒരു മാസം കൃത്യമായിട്ട് 24-25 ലക്ഷത്തോളം വേണം. അപ്പോൾ 12 മാസത്തേക്ക് 3 കോടിയോളം ആയി. അപ്പോൾ അത്രത്തോളം ഇല്ല. നിലവിൽ സർക്കാർ അനുവദിക്കുന്നത് 1,25,00,000 രൂപ മാത്രമാണ്. ഈ പുതിയ ബഡ്ജറ്റിലും വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് വർദ്ധിപ്പിച്ചിട്ടൊന്നുമില്ല. 1,25,00,000 രൂപയാണ്. അപ്പോൾ ബാക്കിയുള്ള 1,75,00,000 രൂപ കിട്ടിയാൽ മാത്രമേ ഈ നിലവിലുള്ള ആചാരസ്ഥാനികർക്ക് 1700ഓളം ആളുകൾക്ക് കൊടുക്കാൻ തികയുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ഇനി പുതിയ ആളുകളും കൂടെ വരാൻ പോകുന്നു. അപ്പോൾ അതുകൂടാണ്ട് 200 രൂപ വർദ്ധിപ്പിച്ചതും. അപ്പോൾ ഈ ബഡ്ജറ്റ് കൂടെ ഇതിനനുസരിച്ച്, ഈ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് ബഡ്ജറ്റ് വർദ്ധിപ്പിച്ചാൽ കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ രാജേട്ടൻ പറഞ്ഞത്, ചില സർവീസ് മാത്രമല്ല, ഈ വാർദ്ധക്യകാല പെൻഷൻ, അതുപോലെ തന്നെ ചില ആളുകൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി, അങ്ങനെയുള്ള ക്ഷേമനിധികളിലൊക്കെ ഉള്ള ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്കൊന്നും ഇത് കൊടുക്കുന്നുമില്ല. എന്നാലും ഈ പുതിയതടക്കം വന്നു കഴിഞ്ഞാൽ ഒരു 2500-ൽ താഴെ മാത്രമേ പുതിയ അപേക്ഷകളടക്കം ഈ മൊത്തം ആചാരക്കാർക്ക് വരുള്ളൂ. അപ്പോൾ ഈ ഒരു ന്യൂനപക്ഷത്തിനെ വില കുറച്ച് കാണാതെ കണ്ട് ഈ മലബാറിലെ ഈ ആചാരസ്ഥാനികർ എന്ന് പറയുന്നത് ഒരുപാട് 10ഓളം സമുദായങ്ങളുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകളാണ്. അവരെ ഒരു ഭൂരിപക്ഷമായി തന്നെ കാണാനുള്ളൊരു സാഹചര്യം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വളരെ തുച്ഛമായൊരു വേണം കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ ആ പൈസ നമുക്ക് കിട്ടുന്നില്ല. എങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥ? നമ്മളെ അവസ്ഥ പറഞ്ഞാൽ വളരെ ശോചനീയമാണ്. കാരണം എന്താ വെച്ചാൽ ഇതിനെക്കൊണ്ട് തന്നെ ഉപജീവനം കഴിക്കുന്നവരാണ് നമ്മൾ. 6 മാസക്കാലം തെയ്യം തുടർച്ചയായിട്ടുണ്ടാകും. ഈ 6 മാസക്കാലം ഇതിനെക്കൊണ്ട് മാത്രം ഉപജീവനം നിർത്തുന്നവരാണ് നമ്മൾ. ഇതൊന്നുമില്ല നമുക്ക് വരുമാനം. ഇപ്പോൾ ഈ വരുമാനം കൊണ്ട് തന്നെ പിന്നെ ജീവിക്കുന്നത് നമുക്ക് ഈ കിട്ടുന്നതും ഇല്ലാതായാൽ നമ്മളെ കാര്യം കഷ്ടമാണ്. അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവണമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇപ്പോൾ നമ്മൾ സമരം ചെയ്തു നേരത്തെ 2-3 തവണ. നമുക്കിനി എന്താണ് ഇനി അടുത്ത് ഇതിന് മുമ്പിൽ കാണുന്ന വഴി? ഇങ്ങനെ ഉപാധികൾ കൂടെ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തണം. നമ്മൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ആവുന്ന സഹകരണങ്ങൾ ഈ മേലിലോട്ട് അനുവദിക്കണമെന്ന് മാത്രമേ നമുക്ക് ആവശ്യപ്പെടാനുള്ളൂ. ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ് എന്നതാണ് പൊതുവേ നമ്മൾ പറയല്. നമ്മുടെ ഒരു അവസ്ഥ വളരെ കഷ്ടമാണ്. എങ്ങനെയാണ് തരണം ചെയ്യുക? നമ്മളിപ്പോൾ ആചാരസ്ഥാനി ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് ശേഷം പക്ഷെ വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. പിന്നെ വേറെ പുറത്തൊന്നും പോയിട്ട് ആഹാരം കഴിക്കില്ല. അപ്പോൾ ഇതിനെ കൊണ്ട് തന്നെ കിട്ടിയാൽ ഈ ജീവിതമാർഗം കൊണ്ടുപോകാണ്ട്. പിന്നെ ക്ഷേത്രം വകയായിട്ടൊന്നും കിട്ടുന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ 23ാമത്തെ കൊല്ലമാണ് സ്ഥാനത്ത് ഏറ്റെടുത്തിട്ട്. ഇപ്പോൾ ക്ഷേത്രത്തിന് ഒന്നും കിട്ടാൻ വകുപ്പില്ല. ഇപ്പോൾ ദക്ഷിണ പോലും കൊടുക്കില്ല. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ജീവിതമാർഗം പോകുന്നത്. ഇനി എന്താണ് മുന്നിലുള്ളൊരു വഴി? മുമ്പിൽ വഴി പറഞ്ഞാൽ സർക്കാർ ഈ വിഭാഗക്കാർക്ക് ആവുന്ന സഹായസഹകരണം ചെയ്തു കൊടുക്കണമെന്നില്ല ഒരപേക്ഷ മാത്രമേ ഉള്ളൂ. ഈ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ക്ഷേത്രങ്ങളിലും ഇതുപോലെ ചെലവഴിച്ചു. ഇപ്പോൾ നമുക്ക് അനുവദിച്ച ഒരു വേതനം അതിപ്പോൾ നമുക്ക് കിട്ടാതാവുന്നുള്ള ഒരു അവസ്ഥ. ഞാനിപ്പോൾ 2 വർഷമാവുന്നത്രേ. നമ്മൾ പുതിയ അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ടില്ല. പിന്നെ വേറെ വരുമാനമൊന്നുമില്ല നമുക്ക്.
ഇത് മാത്രമാണ് ഉള്ളത്. അമ്പലത്തിൽ നിന്ന് വേറെ ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ? അല്ല, ഇത് ഇങ്ങനെ പോകുന്നൊന്നുമല്ല അവസ്ഥ. ഇതുവരെ വേതനം ഒന്നും കിട്ടിയില്ല? ഇല്ല. എന്താണോ പിന്നെ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടൊന്നുമില്ല. നമ്മൾ പുതിയതായിട്ട് കൊടുത്താന്ന് ഇപ്പോൾ അടുത്ത് കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ കണക്കിന് അമ്പലത്തിൽ നമുക്കൊന്നും വരാനും ഒന്നും തരുന്നൊന്നുമില്ല. ഈ പ്രതീക്ഷയുണ്ടോ ഇത് കിട്ടും എന്നുള്ളത്? പ്രതീക്ഷയുണ്ട് എന്ന് പറഞ്ഞാൽ 50% ഇല്ല പറഞ്ഞില്ല. എന്താണ് ഇതിൽ? ഇത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എല്ലാം വർഷന്മാറും കമ്മിറ്റി ഉത്തര മലബാർ നിലവിൽ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര കിട്ടാനുണ്ട്? എന്താണ് നിങ്ങളൊരു അവസ്ഥ? അത് 11 മാസമായി കിട്ടാറുണ്ട്. എല്ലാവർക്കും ആചാരക്കാർക്ക് എല്ലാവർക്കും കിട്ടാറുണ്ട്. അതുപോലെ നമുക്കും കിട്ടാറുണ്ട്. ആചാരക്കാർ പറഞ്ഞ കണക്ക് വേറെ വരുമാനമൊന്നുമില്ല. ക്ഷേത്രമായിട്ട് ജീവിച്ചു പോകുന്നത് തന്നെ. തറവാട്ടിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ക്ഷേത്രത്തിൽ നിന്നോ വരുമാനമൊന്നും അച്ഛന്മാർക്ക് കൊടുക്കുന്നില്ല. എത്രയും പെട്ടെന്ന് അനുവദിച്ചു തരണമെന്നാണ് എല്ലാവരും. അക്ഷയ തൃതീയ നാൾ എന്താണ് നിലവിലെ അവസ്ഥ? നമ്മൾ എങ്ങനെയാണ് ഇതിനെ തരണം ചെയ്യുക? കാരണം 2500-ഓളം പേര് ഇതുപോലെ കഷ്ടപ്പെടുന്നുണ്ട്. അതെ. അപ്പോൾ ഇതിൻ്റെ കോലധാരികളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ തുടക്കത്തിൽ ആചാരസ്ഥാനികന്മാർക്ക് ഈ ആനുകൂല്യം സർക്കാർ പ്രഖ്യാപിച്ചപ്പോഴും ഈ കോലധാരികൾ അകറ്റി നിർത്തപ്പെടുന്ന ഒരു വസ്തുതയാണ് ഉണ്ടായത്. അപ്പോൾ ആ സമയത്ത് പിന്നീട് നമ്മുടെ സമുദായ സംഘടന ഇതിനു വേണ്ടിയിട്ട് സമരരംഗത്തിറങ്ങുകയും ആ വർഷം 2006 ശേഷം പയ്യന്നൂരിൽ വെച്ചിട്ട് നടന്ന ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചിട്ടാണ് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി KC വേണുഗോപാൽ പിന്നെ 50 വയസ്സ് 60 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള കോലധാരികൾക്ക് തെയ്യം കെട്ടുന്ന എല്ലാ സമുദായത്തിൽപ്പെട്ട കോലധാരികൾക്കും ഈ ആനുകൂല്യം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ അത് ആദ്യം 500 രൂപ എന്നുള്ള രീതിയിലായിരുന്നു പ്രഖ്യാപനം ഉണ്ടായത്. അപ്പോൾ അതിനെതിരായിട്ട് കോഴിക്കോട് ദേവസ്വം ഓഫീസിലൂടെ കമ്മീഷണർ ഇതിനെതിരായിട്ട് സർക്കാരിനൊരു കത്ത് കൊടുക്കുകയുണ്ടായിരുന്നു. അതായത് ഈ കോലധാരികൾക്ക് ഒരുപാട് പൈസ പിന്നെ ഇങ്ങനെ കിട്ടുന്നുണ്ട്, തെയ്യം കെട്ടി കൈവരവ് എന്നുള്ള രീതിയിൽ ഒരുപാട് പൈസ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അവർക്ക് അത്ര ഈ 500 രൂപ വെച്ച് കൊടുക്കാൻ പാടില്ല എന്നുള്ള രൂപത്തിൽ സർക്കാരിനൊരു കത്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 500 രൂപ അത് വെട്ടിക്കുറച്ച് 300 രൂപ ആക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ അതിനെതിരെ ഒരു സമരം ചെയ്തു. ഇടനീലേശ്വരം ദേവസ്വം ഓഫീസിലൊക്കെ ഞങ്ങളുടെ സമുദായ സംഘടന സമരം ചെയ്തു. പിന്നീട് അത് 500 രൂപയാക്കി അത് കിട്ടുകയും ചെയ്തു. അപ്പോൾ പിന്നെ കടന്നപ്പള്ളി രാമേന്ദ്രൻ സാർ അദ്ദേഹം ദേവസ്വം വകുപ്പ് മന്ത്രി ഉണ്ടായ സമയത്താണ് കോലധാരികൾക്ക് ആദ്യമായിട്ട് ഈ ആനുകൂല്യം കിട്ടുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് മാറി വന്ന സർക്കാരുകൾ അത് പടിപടിയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അത് 1400 രൂപയുള്ളത് 1600 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ രായേട്ടനും അതുപോലെ പിന്നെ നമ്മുടെ ആചാര്യസ്ഥാനികന്മാരൊക്കെ പറഞ്ഞ രീതിയിൽ 11 മാസമായിട്ട് അത് കുടിശ്ശികയിലാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം നമ്മൾ വളരെയധികം അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ആചാരസ്ഥാനികന്മാരുടെ പിന്നെ ജീവിതാവസ്ഥ പറഞ്ഞ പോലെ തന്നെയാണ് കോലധാരികളുടെയും അവസ്ഥ. പല ആളുകളും ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് രോഗത്തിന് അടിമപ്പെടുന്നൊരവസ്ഥയുണ്ട്. മറ്റൊരു പിന്നെ ജീവിത യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ അധികം കോലധാരികളും ഈ വാദസംബന്ധമായിട്ടുള്ള രോഗം പിടിപെട്ടിട്ടാണ് അവർ മരണത്തിലേക്ക് എത്തപ്പെടുന്നത്. അപ്പോൾ ഡോക്ടർമാരുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഡോക്ടർ പറയുന്നത് വെച്ചാൽ ഈ നിരന്തരമായിട്ട് ഈ തെയ്യത്തിൻ്റെ അണിയാഭരണങ്ങൾ നിരന്തരമായിട്ട് ശരീരത്തിൽ മുറുക്കി കെട്ടുന്ന ഒരവസ്ഥ, മണിക്കൂറുകളോളം നമ്മുടെ സ്വാഭാവികമായിട്ടില്ല ഈ പിന്നെ ബ്ലഡ് സർക്കുലേഷൻ നിന്ന് പോകുന്നൊരവസ്ഥ, ഇതെല്ലാം കൊണ്ടാണ് ഈ വാതരോഗം പിടിപെടുന്നത് എന്നാണ് ഡോക്ടർമാരുടെ അവർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ബാക്കി എല്ലാ തൊഴിലിലും ഒരു 11 മണി മുതൽ 3 മണി വരെ തൊഴിൽ ചെയ്യാൻ പാടില്ല എന്ന് സർക്കാർ വളരെ കർശനമായിട്ട് പറയും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കോലധാരികളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ ആചാരസ്ഥാനികന്മാരെ സംബന്ധിച്ചിടത്തോളം അത് പലപ്പോഴും അത് ആ രീതിയിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ആ കോട്ടപ്പുറത്ത് ഇപ്പോൾ കഴിഞ്ഞ കളിയാട്ടം കഴിഞ്ഞു, അവിടെ വെച്ചാൽ ശരിക്കും ചുട്ടുപൊള്ളുന്ന അവിടെ വെള്ളം പിന്നെ അടിച്ചിട്ടാണ് അവിടെ തെയ്യം നടത്തുന്നത്. അപ്പോൾ ഒരുപാട് തെയ്യങ്ങളുണ്ടാകുന്ന സമയത്ത് സർക്കാർ പറയുന്ന ആ സമയക്രമത്തിനനുസരിച്ച് നമുക്ക് 3 മണിക്ക് ശേഷം തെയ്യം തുടങ്ങിയാൽ തന്നെ ഒരുപാട് തെയ്യങ്ങളുണ്ടാകും. അപ്പോൾ രാത്രിയാവും. അപ്പോൾ അതേറ്റവും ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും ശാരീരികമായിട്ടുള്ള മറ്റൊരു പ്രയാസമാണ്. അപ്പോൾ ഈ കുടിശ്ശിക എത്രയും പെട്ടെന്ന് തീർത്ത് എല്ലാവർക്കും അത് വലിയൊരു ആശ്വാസം, ഈ വേനലിൽ പെയ്യുന്ന ഒരു മഴ പോലെ അത്രയ്ക്കൊരു ആശ്വാസം കിട്ടുന്നതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അനുഭാവപൂർവ്വമായ ഒരു നിലപാടുണ്ടാവണം. ഈ 8 മാസത്തോളം കുടിശ്ശിക ഉണ്ടായിട്ടും മാർച്ച് മാസത്തിലാണ് ഇപ്പോൾ നമുക്ക് കൂട്ടിത്തന്നത്. പക്ഷേ അതിന് മുന്നേയും നമുക്ക് ഇത്തരത്തിൽ കുടിശ്ശികയുണ്ട്. അപ്പോൾ അത് എന്ത് കാര്യമാണ്? അതെ, അപ്പോൾ ആ കുടിശ്ശിക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അതിന് പല പ്രയാസങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളുടെ ജീവിതാവസ്ഥ പിന്നെ കൂടുതൽ പിന്നെ പ്രയാസകരമാക്കുന്ന ഒരു രീതിയിലാണ് ആ നിലപാടുണ്ടാകുന്നത്. ഇപ്പോൾ നേരത്തെ രാട്ടനൊക്കെ സൂചിപ്പിച്ചതുപോലെ തെയ്യത്തിൻ്റെ അടുത്ത് കിട്ടുന്ന വരുമാനം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു തെയ്യത്തിൻ്റെ അടുത്ത് ഇപ്പോൾ ഞങ്ങളുടെ സമുദായത്തിൻ്റെ ഒരു നിവേദനം കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ ഈ തുക വർദ്ധിപ്പിക്കാനുള്ളൊരു ആവശ്യം അന്ന് ഉന്നയിച്ചിരുന്നു. അതുപോലെ ആചാരസ്ഥാനികന്മാരുടെ
പിന്നെ ആ ഭാഗത്ത് നിന്ന് നിവേദനം കൊടുത്തു. അപ്പോൾ അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ഇപ്പോൾ 1400 രൂപ 1600 ആക്കിയത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് കാലോചിതമായിട്ട് അപ്പോൾ അത് 2000 രൂപയെങ്കിലും ആക്കി കിട്ടിയിരുന്നാൽ അത് ഏറ്റവും പിന്നെ വലിയ കാര്യമായിരുന്നു. പക്ഷെ തുക വർദ്ധിപ്പിച്ചു വന്നു, പക്ഷേ അത് കയ്യിൽ കിട്ടുന്നില്ലല്ലോ. അതെ, അതന്നെ, അത് ഈ കുടിശ്ശിക വന്നതുകൊണ്ട് അത് ഇപ്പോൾ മുമ്പേത്തത് എങ്ങനെയും ബാക്കിയുണ്ട്, ഇപ്പോൾ പ്രഖ്യാപിച്ചതും കിട്ടാത്തൊരു സ്ഥിതിവിശേഷമാണുള്ളത്. അപ്പോൾ അത് എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ നിലപാടുണ്ടാകുമെന്നാണ് വിശ്വാസം. ചേട്ടാ, അത് ഇനിയിപ്പോൾ നമുക്ക് എന്താണ് ഇനി അടുത്തൊരു സ്റ്റെപ്പ്? നമ്മൾ നേരത്തെ സമരം 1-2 തവണ സമരം ചെയ്തു. ഇനി എന്താണ്? ഇവർ ഇനിയും തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യമാണുള്ളത്? തീർച്ചയായും കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ഇങ്ങനെയുള്ളൊരു വേഷധാരികളെ നമ്മൾ സമരമുഖത്ത് ഇറക്കിയത്. അത് ഏറ്റവും ഖേദകരമാണ്. കാരണം ഇത് തിരുവിതാംകൂർ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലുള്ള ജനപ്രതിനിധികൾക്കും അതുപോലെ തന്നെ മന്ത്രിമാർക്കും ഇതിൻ്റെ ഗൗരവം അറിയാത്തത് കൊണ്ടുണ്ടായ ഭവിഷ്യത്താണ് ഈ ആചാരസ്ഥാനികന്മാരെ നമ്മുടെ തെരുവിലിറക്കി സമരത്തിനുണ്ടാക്കിയ കാരണം. രണ്ടാമത് എന്ന് പറയുന്നത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ ജനപ്രതിനിധികളും ഇതിന് വേണ്ടത്ര സപ്പോർട്ട് ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. ചെയ്തിട്ടില്ല എന്നുമില്ല. പഴയ കാലങ്ങളിലൊക്കെ പൊതുമായ MLA അതുപോലെ തന്നെ തൃക്കരിപ്പൂർ MLA ഒക്കെ ഇതിന് പരിശ്രമിച്ച ഒരാളാണ്. പക്ഷെ അവർ ഇപ്പോഴും നടക്കുന്ന ഈ സംഭവത്തിൽ അവർക്ക് വേണ്ടത്ര ഗൗരവമായി എടുത്തതായി എനിക്ക് കാണുന്നില്ല. അതുകൊണ്ടാണ് ആചാരസ്ഥാനികന്മാർ കോലധാരികളും പലപ്പോഴും 2-3 പ്രാവശ്യമായി ഈ കലക്ട്രേറ്റിൻ്റെ മുമ്പിലും ദേവസ്വം ഓഫീസിൻ്റെ മുമ്പിലൊക്കെ ഉപവാസം കിടക്കേണ്ടി വന്നത്. തീർച്ചയായും ഇവരുടെ ഭൂരിഭാഗം പറയുന്നത് ഇനി ഈ വേതനം കൃത്യമായി, അതായത് മാസാമാസം ലഭിക്കാത്തതും അവരെ ഇതിൻ്റെ മറ്റു നേരത്തെ പണിക്കർ പറഞ്ഞ പോലെ ഈ സ്ഥിരമായി പെൻഷൻ സമ്പ്രദായ രീതിയിൽ നൽകിയില്ലെങ്കിൽ സ്ഥിരമായി അവർ ഉപാസന എല്ലാ ദിവസവും കുറേ ദിവസങ്ങളോട് ഉപവസിക്കുമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഏപ്രിൽ-മെയ് മാസം അല്ലെങ്കിൽ ഇലക്ഷൻ്റെ ഈ റിസൾട്ട് വന്നതിന് ശേഷം സർക്കാർ ഉചിതമായ തീരുമാനം എടുത്തില്ലെങ്കിൽ തീർച്ചയായും ഇവർ അങ്ങനെ ദേവസ്വം ഓഫീസിന് മുമ്പിലോ കളക്ട്രേറ്റിന് മുമ്പിലോ സ്ഥിരമായ ഉപവാസം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ പണിക്കർ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, നമുക്ക് വേണ്ടൊരു പരിഗണന, അതായത് ഒരു പെൻഷൻ പോലെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആനുകൂല്യത്തിലേക്ക് വരണം എന്നുള്ളത്. അതിനെങ്ങനെയാണ്? അതായത് ഇപ്പോൾ ഉള്ള പെൻഷനൊക്കെ കൃത്യമായിട്ട് അതാത് വീടുകളിലേക്ക് എത്തുന്ന സംവിധാനമാണ്. ഇപ്പോൾ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചുള്ള അവർ പറഞ്ഞു വെച്ചാൽ നമുക്കൊരു പോസ്റ്റ്മാൻ്റെ പണി മാത്രമാണ്, സർക്കാർ തന്നാൽ നിങ്ങൾക്ക് തരും. ദേവസ്വം ബോർഡിന് ഇതിലൊരു ഇതുമില്ല. അപ്പോൾ അത് മാറിയിട്ട് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലേക്ക് തന്നെ ഈ ആചാരസ്ഥാനികരെ ഉൾപ്പെടുത്തിക്കൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുതിയ ശമ്പള പരിഷ്കരണമൊക്കെ വരുമ്പോൾ ഒരു ഫിക്സേഷൻ എന്ന രീതിയിലൊക്കെ വരുന്നുണ്ട് പല ക്ഷേത്രങ്ങളിലേക്കും. ഇപ്പോൾ 8 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യാത്ത ആചാരസ്ഥാനികർക്ക് ഒരു ഫിക്സേഷൻ ശമ്പളം എന്ന രീതിയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഇത്രത്തോളം ഒരു 2500ഓളം ആളുകളെ കൂടി, ആചാരക്കാരെ കൂടി അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി ഒരു പ്രതിമാസം അല്ലെങ്കിലും ഒരു 2-3 മാസം കൂടുമ്പോഴെങ്കിലും ഈ തുക അവർക്ക് കിട്ടുന്നൊരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് നമുക്ക് ആഗ്രഹമുള്ളത്. ചേട്ടാ, ഇത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് നമ്മളെ ഇപ്പോൾ ഈ കോലാകാരികളായാലും ആചാരസ്ഥന്മാരായാലും? അവർ നേരത്തെ സൂചിപ്പിച്ചു, ചെറിയ പ്രായം മുതൽ ഒരു ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചു ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരെയൊക്കെ കാണുന്നു. എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഇത് ഈ ക്ഷേത്രത്തിലൂടെ മലബാറിലെ ഈ സമുദായ ക്ഷേത്രങ്ങളുടെ നടത്തിപ്പ് എന്ന് പറയുന്നത് ഈ തറവാട്ട് അവകാശികളാണ്. ഇപ്പോൾ ഈ ദേവസ്ഥാനത്തിന് 5-6 അവകാശികളുണ്ടാവും. അവരാണ് ഇവിടുത്തെ ആചാരസ്ഥാനം വഹിക്കുന്നത്. അപ്പോൾ ഇതിന് കോലധാരികളുടെ അവകാശം ഉണ്ടാകും, ജന്മാവകാശം എന്ന് പറയും. അതിപ്പം പെരിയ മീങ്ങുന്നവൻ, പെരിയ കർണമൂർത്തി, ഇവരാണ് ഈ കോലധാരികളും അവകാശികൾ. ഇവരെല്ലാം ഈ ക്ഷേത്രമായിട്ടുള്ള ഇതിൻ്റെ ഉപാസനയോട് കൂടി ജീവിക്കുന്നതാണ്. ഈ പ്രദേശത്തുള്ള എല്ലാ കാര്യങ്ങളും ഇവർ നേതൃത്വം വഹിക്കണം. അവിടെയൊക്കെ ഇപ്പോൾ കല്യാണത്തിനോ ഇന്ന് ക്ഷണിച്ച ഈ സ്ഥാനികന്മാരുടെ മുമ്പിൽ പോകണം. പക്ഷെ അവിടെ നിന്നും ദക്ഷിണയില്ല അവർക്ക്. നേരെ വെച്ചൊരു ബ്രാഹ്മണൻ പോയാൽ അദ്ദേഹത്തിന് ദക്ഷിണ കൊടുക്കണം, അല്ലെങ്കിൽ മഹാക്ഷേത്രത്തിൽ പ്രസാദം വാങ്ങിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ദക്ഷിണ കൊടുക്കണം. പക്ഷേ ഇവരെ സംബന്ധിച്ചോളം ഇവിടെ നിന്ന് കുറി വാങ്ങിക്കുമ്പോൾ ഇവർക്ക് ഒരു പൈസ അങ്ങോട്ട് ദക്ഷിണ ഇല്ല. അങ്ങനെയാണ്. ഇപ്പോൾ ഉത്സവാദികൾ 5 ദിവസത്തെ ഉത്സവം കഴിഞ്ഞ് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ അവർ ഭയങ്കര കഷ്ടപ്പാട്, വർക്ക് കഴിഞ്ഞ് ഭക്ഷണമില്ലാതെ വിശ്രമമില്ലാതെ 5 ദിവസത്തെ കളിയാട്ട ഉത്സവം നടത്തി കൊടുത്ത് തിരിച്ചു പോകുമ്പോൾ ഇവരൊക്കെ വെറും കൈയായിട്ട് വീട്ടിൽ പോകണം. വീട്ടിലാണെങ്കിൽ പ്രായമായ പെൺകുട്ടികളുണ്ടാവും, വിദ്യാഭ്യാസം നേടാനുള്ള ആൺകുട്ടികളുണ്ടാവും, കല്യാണം കഴിച്ചു കൊടുക്കേണ്ടവരുണ്ടാവും, വീട് ശരിക്കുണ്ടാവില്ല. ഇവരിൽ തറവാട് വീടുകളിലും തറവാട് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഭണ്ണാര വീടുകളിലും താമസിക്കുന്നവർ മിക്ക ആചാരസ്ഥാനികന്മാരും. അപ്പോൾ സ്വന്തമായി ഇവർക്ക് കിടപ്പാടം പോലും ഇല്ലാത്തവരാണ് ഈ 2000 പേരിൽ ഭൂരിഭാഗം ആൾക്കാരും. അപ്പോൾ ഇതൊന്നും സർക്കാർ കാണുന്നത്. ഇപ്പോൾ പഞ്ചായത്തിൽ ബാക്കിയെല്ലാം പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കണമെങ്കിൽ ഇവർക്ക് കൂടി ഇവരെ ഉൾപ്പെടുത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു 5 ലക്ഷം ഇവർക്ക് ഒരു വീട് കെട്ടാൻ കിട്ടിയാൽ ഇവരെ മരണശേഷം ഇവരുടെ ഭാര്യയ്ക്കും മക്കൾക്കും അവിടെ താമസിക്കാൻ അർഹതയില്ല, മരുമക്കത്തായതാണ്. അപ്പോൾ പലപ്പോഴും മരണപ്പെട്ട ആചാരസ്ഥാനങ്ങളുടെ മക്കളും അതുപോലെ തന്നെ പേരമക്കളൊക്കെ വഴിയാധാരയിൽ പോകാറുണ്ട്. കാരണം കിടപ്പാടമില്ലാതെ കിടക്കുന്നു. അതൊരു സംഭവം കൊണ്ടുണ്ട്. അതിൻ്റെ ഒരു പരിഹാരം വേണം. അതുപോലെ തന്നെ കോലധാരികൾക്കും അങ്ങനെ, അവരുടെ തറവാട് അവർക്ക് മക്കത്തായാന്ന് തോന്നുന്നു. അങ്ങനെയുണ്ട് ഇവർക്ക് വിഷയങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ സർക്കാർ ഇതൊന്നും കാണുന്നില്ല. ഈ മലബാറിലായതുകൊണ്ടാണ് സർക്കാർ ഇത്തരം കാര്യങ്ങൾക്ക് ഗൗരവമില്ല.
ഒരു കമ്മീഷൻ വെച്ചിരുന്നു മുമ്പേ, ഒരു മോഹനം കമ്മീഷൻ വെച്ചിരുന്നു. കമ്മീഷൻ നന്നായിട്ട് പഠിച്ചതാണ്. ഇനി എനിക്കൊന്ന് ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം സർക്കാർ ഒരു കമ്മീഷൻ വെച്ച് എന്താണ് എന്ന പ്രശ്നം കൂടി പഠിച്ചാൽ മാത്രമേ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് തോന്നുന്നു. ആ പരിഹാരം ഉണ്ടാകുന്നത് വരെ ഇവർ സമരമുഖത്ത് ഉണ്ടാകുമെന്നാണ് അറിയിക്കാനുള്ളത്. ഇത് 11 മാസത്തെയാണ് ഇപ്പോൾ കുടിശ്ശികയായിട്ടുള്ളത്. ഇനി മാർച്ച് മുതൽ ഇതിനെ കൂട്ടി തന്നിട്ടുണ്ട്. വലിയൊരു തുകയാണ്. ഇതിപ്പോൾ നമുക്ക് സർക്കാരിന് വാങ്ങാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം ഉണ്ടോ? അതിലൊരു വിഷയം എന്ന് പറയുന്നത്, ഈ മാർച്ച് മാസത്തിന് മുമ്പ് 2 മാസം മുമ്പ് ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ രാധാകൃഷ്ണൻ അവർ പെരിയ SM കോളേജിൽ ആയിരക്കണക്കിന് ആചാരസ്ഥാനങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുത്താണ് അദ്ദേഹം അവരെ നോക്കി, ഞാനായിരുന്നു അധ്യക്ഷൻ, അദ്ദേഹത്തെ നോക്കി 2000 രൂപ ഞാൻ നടപ്പിലാക്കും എന്ന് പറഞ്ഞു പോയതാണ് അദ്ദേഹം. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ആ 2000 രൂപ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്നില്ല, 1000 രൂപ 1600 രൂപ കിട്ടിയാൽ ഇപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഡോക്ടറെ ഫീസുണ്ട്. ഇപ്പോൾ നമ്മുടെ ടൗണിൽ 700-800 രൂപ ഫീസുണ്ട്. അപ്പോൾ ആ മരുന്നും വാങ്ങിക്കുമ്പോൾ ഒരു ദിവസത്തെ ചിലവിനില്ല. അപ്പോൾ നമുക്കറിയാലോ അത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സംഭവം കിടക്കുന്നത്. തീർച്ചയായിട്ടും ആ 2000 രൂപ അല്ലെങ്കിൽ ഒരു 3000 രൂപ പ്രതിപതി ദിനം അവർക്ക് കിട്ടുന്നത്, ഒരു 3000 രൂപ ആകുമ്പോൾ അതൊക്കെ 100 രൂപ, ഒരു ദിവസം 100 രൂപ തോതിലും കൂടി കിട്ടണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായും ഇതൊരു ഗൗരവമേറിയ പ്രശ്നമായി സർക്കാരും അതുപോലെ തന്നെ മലബാർ ദേവസ്വം ബോർഡും ഏറ്റെടുക്കണം. ദേവസ്വം ബോർഡിനകത്ത് ചെയർമാൻമാർ 2 വർഷത്തെ കാലാവധി മാത്രമേ അവർക്കുള്ളൂ. അവർ ഇവരെപ്പറ്റി പഠിക്കുമ്പോഴേക്കും അവർ മാറിപ്പോയി. അതുകൊണ്ടാണ് ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണാത്തത്. എന്തായാലും ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരെന്നറിയപ്പെടുന്നവരുടെ അവസ്ഥയാണിത്. ഈ കാര്യത്തിൽ സർക്കാർ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പൂർണ്ണമാവുന്നു. നമസ്കാരം. യാതൊരുവിധ ചർച്ചകൾക്കും